45 വർഷത്തെ കിരാത ഭരണത്തിന് CPM കൊടുത്ത തിരിച്ചടി. CPM അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഈ മഹാനഗരം 45 വർഷക്കാലം കൊണ്ട് ഇവർക്കിവിടെ ഈ തിരുവനന്തപുരം ഈ നഗരത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കാൻ കഴിയാത്തവരാണ്. സിറ്റി ജില്ലയിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഈ 4 നിയോജക മണ്ഡലങ്ങളും താമരവലിയും CPM പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി. റഹീമിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 12 വർഷമായി. നിങ്ങൾ ഇനി എത്ര ഇവിടെ കിടന്ന് ചുറ്റും കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയാണ് എന്നുള്ളത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം പൊങ്കാല മാലിന്യവുമായി ബന്ധപ്പെട്ട് CPM തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെയും കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തിനെതിരെ തുടരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ചുമതലയേറ്റിട്ടുള്ള ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഹീമും അടക്കമുള്ള CPMൻ്റെ നേതാക്കന്മാർ അധികാരം 45 വർഷക്കാലത്തെ അധികാരം കൈവിട്ടു പോയതിൻ്റെ നിരാശയും വിഷമവും ദുഃഖവും ചേർന്നുള്ള മനോവേദനയിൽ വിളിച്ചു പറയുന്ന പിച്ചും പേയുമായിട്ടാണ് തിരുവനന്തപുരത്തെ പൊതുസമൂഹം ഇതിനെ കാണുന്നത്. പൊങ്കാല മാലിന്യം കഴിഞ്ഞ 20 വർഷക്കാലമായി നിക്ഷേപിക്കുന്നത് ഈഞ്ചക്കല്ലും അതോടൊപ്പം തന്നെ ചെറുവയ്ക്കലുമാണ്. ഈ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് മുമ്പ് മന്ത്രി ശിവൻകുട്ടിയും കളക്ടറും അടക്കമുള്ള ഉന്നതതല യോഗം കൂടിയാണ് ഈ പൊങ്കാല മാലിന്യങ്ങൾ എവിടെ ഡംപ് ചെയ്യണമെന്നും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഇതിനെ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തെ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസമേ ആയിട്ടുള്ളൂ തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷും അതോടൊപ്പം ഈ ഭരണ സംവിധാനം ചുമതലയേറ്റിട്ട്. ഈ കാലം അത്രയും 2 മാസം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു സൽഭരണം നടത്തിക്കൊണ്ട് 2 മാസമാണെങ്കിൽ തന്നെയും തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശംസ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് കോർപ്പറേഷനുള്ളത്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന വലിയൊരു മഹോത്സവത്തെ അട്ടിമറിക്കുവാനുമുള്ള ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ സംവിധാനത്തെ ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ജല അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ജലമന്ത്രിയുമായി ചേർന്ന് നിന്നുകൊണ്ട് അവരായുധമാക്കിക്കൊണ്ട് കുടിവെള്ളത്തിന് പോലും ക്ഷാമമുണ്ടാക്കി, മനഃപൂർവ്വ ക്ഷാമമുണ്ടാക്കി, ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചും തെരുവിലിറക്കിയും ഭക്തജനങ്ങളെ, അതും തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലും പുറത്തും വന്നിട്ടുള്ള അന്യ സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ഭക്തരെയും കുട്ടികളെയും വലച്ചുകൊണ്ട് ഇവിടെ ജലമന്ത്രിയും CPMും സംസ്ഥാന സർക്കാരും പെരുമാറി. ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്. ഇത് ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ ഫലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇന്നലെ CPM ഒരു ശുചീകരണ പ്രവർത്തനം എന്നുള്ള ഒരു പരിപാടി വെച്ചിരുന്നു. അത് മാറ്റി ഇന്നത്തേക്ക് മാറ്റി എന്ന് പറയുന്നു. ഇന്നലെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റിയ സ്ഥലങ്ങളില്ല. ഞായറാഴ്ച പ്രത്യേകിച്ചും ശുചീകരണം നടക്കാറില്ല. ഈ ശുചീകരണ തൊഴിലാളികൾ ലീവിലാണ്. അപ്പോൾ ഇന്ന് ഏതെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ശുചീകരണം നടത്തി ഇത് പൊങ്കാലയിൽ ഉണ്ടായിട്ടുള്ള മാലിന്യമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും CPMൻ്റെ നാടകം പൊളിഞ്ഞിരിക്കുകയാണ്.
അധികാരം നഷ്ടപ്പെട്ടതിന് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ളത് നമുക്കാർക്കും അറിയില്ലായിരുന്നു. മാധ്യമ സുഹൃത്തുക്കൾ പോലും, നിങ്ങൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ വിഷമം. 45 വർഷക്കാലം കൊണ്ട് ഇവർക്കിവിടെ ഈ തിരുവനന്തപുരം ഈ നഗരത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിന് ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കാൻ കഴിയാത്തവരാണ് 2 മാസത്തെ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണ സംവിധാനത്തെ എതിർക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ പാർക്കിംഗ് മാഫിയ അടക്കം, വഴിയോര കച്ചവട മാഫിയ അടക്കമുള്ള എല്ലാ സംവിധാനത്തിനെയും ശുദ്ധീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, CPM അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഈ മഹാനഗരം, ഈ മണ്ണിനെ നശിപ്പിച്ചവർക്ക്, നശിപ്പിക്കാൻ കൂട്ടുനിന്നവർക്ക് ഒരു സ്ഥാനവും ഈ തിരുവനന്തപുരം നഗരത്തിൽ കാണില്ല എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ഇത് ജനങ്ങൾ നൽകിയ വിധിയാണ്, ജനങ്ങൾ നൽകിയ ജനവിധിയാണ്. 45 വർഷത്തെ കിരാത ഭരണത്തിന് CPMന് കൊടുത്ത തിരിച്ചടി അത് ജനങ്ങൾ കൊടുത്തതാണ്. പിന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി റഹീം ഇന്നലെ പറഞ്ഞു, BJP ഭരണം കിട്ടിയതിൻ്റെ ആലസ്യത്തിൽ നടക്കുകയാണെന്ന്. റഹീമിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 12 വർഷമായി. അധികാരത്തിൻ്റെ ആലസ്യമൊന്നും ഞങ്ങളിലില്ല. ഞങ്ങൾ 12 വർഷം കൊണ്ട് ഈ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം കിട്ടിയതിൻ്റെ ആലസ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. ജനങ്ങളെ CPMന്റെ ഈ കിരാത വാഴ്ചയ്ക്കെതിരെ, ഈ വാഴ്ചയിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ട്. പക്ഷെ അത് ആലസ്യമായി കാണണ്ട. വളരെ ആത്മാർത്ഥമായിട്ടും വളരെ സൂക്ഷിച്ചും വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ ജാഗ്രതാപരമായിട്ടുമാണ് തിരുവനന്തപുരത്തെ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് റഹീമിന്റെ മനസ്സിൽ വെച്ചാൽ മതി, ഈ ആലസ്യം എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളെ വീണ്ടും പറ്റിക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ട. ഇത് നിങ്ങളുടെ മന്ത്രിയും കളക്ടറും അടക്കമുള്ള യോഗത്തിലെടുത്ത തീരുമാനമാണ്. ഈഞ്ചയ്ക്കലിലും ചെറുവയ്ക്കലിലും ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും അതോടൊപ്പം അത് മാറ്റാനും ഉള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടും ഈ ചരിത്രത്തിൽ കൃത്യമായിട്ടും പൊങ്കാല കഴിഞ്ഞിട്ട് നഗരം ശുചീകരിച്ചു എന്നുള്ള കാര്യത്തിൽ തിരുവനന്തപുരത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം, പൊതുജനങ്ങളുടെ സംസാരങ്ങളിലടക്കം, സാധാരണ ജനങ്ങളും പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും വേഗം ശുചീകരിക്കാൻ തിരുവനന്തപുരത്തെ കോർപ്പറേഷന് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് പൊതുജനങ്ങൾ അംഗീകരിക്കുമ്പോൾ, ഇപ്പോൾ CPMന്റെ ഈ ഭരണം നഷ്ടപ്പെട്ട് ഇവരിറങ്ങി അങ്ങ് മാലിന്യങ്ങൾ എവിടെയെങ്കിലും കൂടി കിടന്നാൽ അവിടെ പോയി നിന്ന് പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ വിളിച്ച് പറയുക എന്തോ. ഇപ്പൊ CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് കിട്ടിയ പുതിയൊരു ഈ താൽക്കാലികമായ കിട്ടിയ ഒരു ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ഇങ്ങനെ മതിമറന്ന് പറയാൻ തുടങ്ങിയാൽ ഇതിന് ഉത്തരവുമായി എപ്പോഴും നിങ്ങളെ പുറകെ നടക്കാൻ BJPക്ക് ആവില്ല. അതുകൊണ്ടൊരു നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഇനി എത്ര ഇവിടെ കിടന്ന് പിച്ചും പേയും പറഞ്ഞാലും നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയാണ് എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന സത്യമാണ്. ക്ഷേത്ര കോമ്പൗണ്ടിലെ മാലിന്യം മാറ്റുന്നത് ക്ഷേത്ര ട്രസ്റ്റാണെന്ന് ട്രസ്റ്റ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ആ മാലിന്യങ്ങൾ മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ആരോപണം ഉന്നയിക്കുന്നത്. അല്ലെ, ട്രസ്റ്റിന്റെ സെക്രട്ടറി അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞു, അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞു, ട്രസ്റ്റിന്റെ ജോലിയാണ്, ഞങ്ങൾ അത് ഒരാഴ്ചക്കകത്താണ് ഇത് മാറ്റുന്നത്. ഇപ്പോൾ പക്ഷേ ഞങ്ങൾ ഉടൻ തന്നെ അത് മാറ്റാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ട്രസ്റ്റിൻ്റെ ആ സെക്രട്ടറി തന്നെ പറയുമ്പോൾ അതിനെ വീണ്ടും കൊണ്ട് കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പേരിൽ കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയാൽ ആന മണ്ടത്തരമെന്ന് എനിക്ക് പറയാം. ഇവിടുത്തെ പൊതുജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ ജനസമൂഹം എന്ന് പറയുന്നത് വിഡ്ഢിയായിട്ടൊന്നും കാണാൻ CPM കാണണ്ട. ആ കാലങ്ങൾ കഴിഞ്ഞു. ഇനി CPM പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി. ചെവരെഴുതി എന്ന് പറഞ്ഞാൽ BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ മണ്ഡലം കമ്മിറ്റി എന്നോട് ആവശ്യപ്പെടുകയും ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചുവരെഴുതിയതാണ്. പാർട്ടി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പാർലമെൻ്ററി ബോർഡാണ് പാർട്ടിയുടെ അന്തിമ തീരുമാനം വരുന്നത്. സ്ഥാനാർത്ഥി നിശ്ചയിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനം ഞങ്ങളെല്ലാം അംഗീകരിക്കും. പേര് പല കോണുകളിൽ നിന്നും അല്ലെ പാർട്ടിയുടെ മണ്ഡലം സംവിധാനങ്ങളിൽ നിന്നൊക്കെ പേരുകൾ പോകും. ആ പേരുകൾ സജീവമായി
പരിഗണിച്ച് വിജയസാധ്യത ആരൊക്കെയാണ് എന്ന് നോക്കി പാർട്ടി തീരുമാനിക്കും. പിന്നെ മത്സരിക്കുന്ന ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഉണ്ട്. അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്ന തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പാർട്ടി തീരുമാനം വരണം. പാർട്ടി തീരുമാനമാണ് അത്. അന്തിമമായി പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും. പാർട്ടി മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ മത്സരിക്കില്ല. വിജയസാധ്യതയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളൊരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരം സിറ്റി ജില്ല, ഞാൻ പ്രത്യേകം സിറ്റി ജില്ലാ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ മേയർ, ഡെപ്യൂട്ടി മേയറേയും അതോടൊപ്പം 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും വാഹനം ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ വരുന്നുണ്ട്. ഇനി മെയ് മാസം കഴിയുമ്പോൾ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ കമ്മിറ്റി യോഗം നടക്കുന്ന സമയത്ത് അതിനോടൊപ്പം 4 MLA ബോർഡ് വെച്ച വാഹനങ്ങളും വന്ന് നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സിറ്റി ജില്ലയിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ഈ 4 നിയോജക മണ്ഡലങ്ങളിലും താമരവരിയും 4 മണ്ഡലങ്ങളിലും BJP കേരളത്തിലുണ്ടാകാൻ പോകുന്ന BJPക്കുണ്ടാകാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിൽ തിരുവനന്തപുരം സിറ്റിയിലെ 4 മണ്ഡലങ്ങളും കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അത് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ഒരു 10 ദിവസത്തിനകത്ത് ഒക്കെ ഉണ്ടാവും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളാവുന്നത്. അത് ഏകദേശം ധാരണകളായിട്ടുണ്ട്. ബാക്കി ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ, അപ്പോഴല്ലേ സ്ഥാനാർത്ഥിയാവുള്ളൂ. അതുവരെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ന നിലയിൽ പ്രവർത്തിക്കും. നേതൃത്വത്തെ അങ്ങനെ അറിയിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം, അത് പാർട്ടിയാണ് തീരുമാനം. പാർട്ടിക്ക് വ്യക്തിപരമായ താല്പര്യം അല്ല കൂട്ടിരിക്കുന്നത്. ഞാൻ പാറശാലയിൽ 2016-ലും 2021-ലും നിയമസഭയിൽ മത്സരിച്ചാണ്. 2011-ലെ 10,356 നിന്നും 2016-ലെത്തിയപ്പോൾ 33,000-ൽ പരം വോട്ട് പാറശാല പോലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ അന്ന് NDA സ്ഥാനാർത്ഥിയായി ഞാൻ നേടി. 2021-ലെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ആ തരത്തിൽ വോട്ട് തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സിറ്റി ജില്ലയുടെ അധ്യക്ഷനാണ്. സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ മത്സരിക്കാൻ പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടി നിശ്ചയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലാണ്. അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം. ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗമായി ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ തട്ടകം എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ പാർട്ടി, എൻ്റെ പാർട്ടി, ആ പാർട്ടി തീരുമാനിക്കുമ്പോൾ ആണ് സ്ഥാനാർത്ഥികൾ. അവിടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കൊന്നും യാതൊരു പങ്കുമില്ല. ഇത് എൻ്റെ വ്യക്തിപരമായ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഇപ്പോഴത്തെ ജോലി തിരുവനന്തപുരം സിറ്റി ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും താമര വിരിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാനും എൻ്റെ പാർട്ടി പ്രവർത്തകരും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ വരുന്നത് തിരുവനന്തപുരം സിറ്റി ജില്ലയിലെ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ ശക്തി കേന്ദ്ര ഓഫീസ് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടാണ്. പാൽക്കുളങ്ങര പെരുന്താന്തി വാർഡിലെ ദീപാശ് നായർ കൗൺസിലറുടെ ശക്തി കേന്ദ്രയായിട്ടുള്ള ആ ശക്തി കേന്ദ്ര ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ ടാർഗറ്റ് 4 നിയോജക മണ്ഡലം ജയിപ്പിക്കുക. ആ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്.